ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ പിന്നെ പല വണ്ടികളും പല ആൾക്കാർക്കും എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലത് പിന്നെ വിൻറ്റേജ് വണ്ടികളാകാം, ചിലത് പല വണ്ടികളും ഉണ്ടാവും. അപ്പോൾ ജിപ്സി എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് പിന്നെ ഓഫ് റോഡ് മാത്രമുള്ള കമ്പാവില്ല, അതല്ലാതെ ജിപ്സിനോടുള്ള പ്രണയം ഉണ്ടാവും. വിത്ത് ഓഫ് റോഡും കൂടി പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാൾക്ക് എന്തുണ്ടാവും, ഈ ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ ഇതിൻ്റെ 4 വീൽ എങ്ങനെ ഇടാന്നുള്ള അറിയില്ല. പിന്നെ സംബന്ധിച്ച് ഞാൻ വണ്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ച് പിന്നെ നേരിട്ട് പോയി കാണിച്ചു തന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് 4 വീൽ ഇതിൻ്റെ എൻഗേജ് ആക്കാൻ പഠിച്ചത്. അപ്പം അത്രക്കാർക്ക് തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതായത് ഇതിൻ്റെ പിന്നെ 4 വീൽ ഡ്രൈവ് എങ്ങനെ എൻഗേജ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. നിലവിൽ ഇതിൽ കുറേ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിയതിന് ഫ്രീ വീൽ ഹബ്ബ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ റോഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രീയിലാണ് ഉണ്ടാകുക. ഈ കാണുന്ന ഫ്രീ എന്ന് പറഞ്ഞാൽ ഈ പച്ച മാർക്കുള്ള ആരോയിലാണ് സാധനം ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം എന്ത് ചെയ്യണം, ഈ സാധനം എൻഗേജ് ആക്കണം. നേരെ ലോക്കിലേക്ക് ആക്കി വെക്കുക. അതേപോലെ തന്നെ ഇവിടെ ലോക്കാക്കി. ഇത് ഫ്രീ വീൽ ഹബ്ബ് ഉള്ള ആൾക്കാർ മാത്രം കേട്ടോ, അതല്ലെങ്കിൽ ഇതിന് ശേഷം കാണുന്ന സാധനം മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഫ്രീ വീൽ ഹബ്ബ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ലോക്കാക്കിയതിന് ശേഷം വരിക. വണ്ടി മെയിൻ ഗിയർ ന്യൂട്രലാക്കുക. ചില ആൾക്കാർ ചോദിക്കണം ന്യൂട്രലാക്കണോ, ഗിയറിലാക്കാൻ പറ്റുമോ, റണ്ണിങ്ങിൽ പറ്റുമോ എന്നൊക്കെ. ഏറ്റവും ബെസ്റ്റ് ന്യൂട്രലായതിനു ശേഷം, സ്റ്റാർട്ടിങ്ങിൽ ആയത് വിചാരിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ന്യൂട്രലാക്കിയതിന് ശേഷം ഈ 2H എന്ന് കാണുന്നുണ്ടല്ലോ, ഈ ഓപ്ഷനിലാണ് നമ്മൾ നോർമലി റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുക. ഇതിൽ ആരോ മാർക്ക് ഉണ്ടാവും, ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് 4Hലേക്ക് ചാടി. അതായത് ഈ പോയിന്റ് മുതൽ ഈ ഏരിയയൊക്കെ 4H തന്നെയാണ്. ഈ 4H എന്ന് പറയുന്ന സംഭവം നമ്മൾ നോർമലി മണൽ, അതായത് 4 വീലിനും ഒരേപോലെ ഓവർ ഇതില്ലാത്ത രീതിയിലുള്ള ഒരു നോർമൽ പുടുത്തുള്ള 4 വീലിന് പുടുത്തം വരുന്നതാണ് 4H. നമ്മൾ നോർമൽ രീതിയിൽ ഒരു ഓഫ് റോഡ് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് 4Lലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 4H നമ്മൾ ഡ്രൈവർ ഭാഗത്തുനിന്ന് ഭാഗത്തേക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒരൊറ്റ ഇത് മുന്നോട്ട്, ഏറ്റവും മുന്നോട്ട്. ഈ 4Hൻ്റെയും 4Lൻ്റെയും ഇടയിലൊരു ന്യൂട്രലുണ്ട്. ആ ന്യൂട്രലായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാക്കിയിട്ട് ഇതിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ഏയിലിട്ടാലും വണ്ടി പോകില്ല, ന്യൂട്രലായി കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 4Lലേക്ക് നല്ലോണം അമർത്തിയിടുക. സിമ്പിളായിട്ട് തന്നെ പോകും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഈ 4L നമ്മളെ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ അനുസരിച്ച് ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ നമുക്ക് പോകാം. ഇതേ ഗിയറിൽ 4L ആയാലും 4H ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രും ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പോകാം. ചില ആൾക്കാർ സംശയം ചോദിക്കുന്നത്, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയണത്. ഇത് അറിയാത്ത ആൾക്കാർക്കാട്ടുന്നത്. നിലവിൽ ജിപ്സി ഉപയോഗിച്ച് തൈക്കുള്ള ആൾക്കുള്ള വീഡിയോ അല്ല. ജിപ്സി എടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എടുത്തൊരാൾക്ക് ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളൊരു ടീംസിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ 4L നിന്ന് നമ്മൾ സാധാ ഓഫ് റോഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് 2Hലേക്ക് തന്നെ ചാടി. ഈ പൊസിഷൻ നേരെ അടിക്ക് വന്ന് ലെഫ്റ്റിക്ക് കൂട്ടി ഫ്രണ്ടിലേക്ക് തള്ളി കഴിഞ്ഞാൽ, അതെ ലെഫ്റ്റോട്ട് കൂട്ടിയിട്ട് ഫ്രണ്ടിലേക്ക് തള്ളി കഴിഞ്ഞാൽ 2Hലേക്കായി. അത് ചില സമയങ്ങളിൽ ഇതിപ്പോൾ എൻ്റെ ഒറ്റയടിക്ക് തന്നെ ഈ നിർത്തിയിട്ട ലെവലിൽ തന്നെ ഒറ്റയടിക്കാവും. ചില ആളുകൾക്ക് അതാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ 4L നിന്ന് ഇങ്ങനെ ആക്കി 2Hലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഗിയർ റിവേഴ്സിലിട്ടിട്ട് വണ്ടി റിവേഴ്സിലേക്ക് ഒന്ന് വലിപ്പിച്ചിട്ടൊന്ന് അങ്ങോട്ട് തള്ളി പൊടിച്ചാൽ അതിലേക്ക് ചാടും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 വീൽ ഡ്രൈവിൽ ഈ കാണുന്നൊരു ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുകയാണ്. ഇത് നല്ല ആഞ്ഞ് ചവിട്ടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് സിമ്പിളായിട്ട് ചിലപ്പോൾ കയറും. പക്ഷെ നൈസായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ കയറോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അതിന് ശേഷം 4 വീൽ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കയറണോ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 2Hലാട്ടുള്ളത്, അതായത് 2 വീൽ ഡ്രൈവിൽ. പറഞ്ഞ ഒബ്സ്റ്റക്കിൾ കയറിപ്പോകും. ഇനി ഞാൻ നേരെ 4 വീൽ ഡ്രൈവിലേക്ക് മാറ്റിയാണ്. ഉപയോഗിച്ചത് നേരെ താഴത്തോട്ട് മാറ്റി റൈറ്റ് കൂട്ടിയിട്ട് മുകളിലേക്ക് ഇട്ട് ഫസ്റ്റിലേക്ക് ഇടുകയാണ്.
ഫസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് ഇനി കാണിക്കാം. നിങ്ങൾ കണ്ടാണ് ഞാൻ 4 വീൽ ഡ്രൈവിൽ ഇട്ടിട്ട് ആ സെയിം 2H പോയിന് സെയിം ഒബ്സ്റ്റക്കിൾ കയറ്റിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓവർ ത്രോട്ടിലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, സിമ്പിളായിട്ട് തന്നെ കയറിപ്പോയി. അപ്പം അതാണ് 2 വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും തമ്മിലുള്ള ഒരു മാറ്റം.